കെ അനിൽകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ അനിൽകുമാർ, ഇപ്പോൾ സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ് ഈ കേസുമായി ഇനി മുന്നോട്ട് പോകേണ്ട എന്നുള്ളത്. അത് നല്ല തീരുമാനമായിട്ടല്ലേ താങ്കൾക്ക് തോന്നുന്നത്? ഒരു പരാതി ശബരിമലയെ ബന്ധപ്പെടുത്തി താനൂരിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അവിടെ ഒരു പരിപാടിയിൽ ആലപിച്ച് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ച ഒരു ഗാനം, അത് സംബന്ധിച്ച ഒരു പരാതി തിരുവാഭരണ യാത്ര നടത്തുന്ന ഒരു സമിതിയുടെ ഒരു പ്രധാനപ്പെട്ടയാൾ പോലീസിൽ നൽകി. അത്തരമൊരു പരാതിയിലെ ഉള്ളടക്കം നിയമപരിശോധനയ്ക്ക് വിധേയമാക്കി അതിനുചിതമായ തീരുമാനമെടുക്കുക എന്നുള്ളത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. അതവർ നിർവഹിക്കുന്ന ഒരു ഘട്ടത്തിലും രാഷ്ട്രീയമായി CPIM ഇടപെടാറില്ല, ഇടപെട്ടിട്ടുമില്ല. ഞങ്ങൾ ഇതിൽ പരാതിപ്പെടുന്ന ഒരു വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ മാത്രമാണ്. തെരഞ്ഞെടുപ്പിന് ശബരിമലയെ വലിച്ചടയ്ക്കാമോ, അയ്യപ്പന്റെ പേര് വലിച്ചടയ്ക്കാമോ, ശബരിമല അയ്യപ്പന്റെ പേരിൽ ഒരു പാട്ട് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാമോ, അങ്ങനെ മതത്തെയും വിശ്വാസത്തെയും തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് CPIM ആദ്യമായി പറയുന്നതല്ല. BJP ശബരിമലയെ ദുരുപയോഗിച്ച് പ്രകാരം ഒരു നോട്ടീസ് ഇറക്കിയപ്പോ ഡിസംബർ 2 MP ഗോവിന്ദൻ മാസ്റ്റർ പരാതി നൽകിയിട്ടുണ്ട്. BJPക്കെതിരെ പരാതി കൊടുത്തത് കുഴപ്പമൊന്നുമില്ല, മുസ്ലിം ലീഗിനെതിരെ പരാതി കൊടുത്തത് കുഴപ്പമായി പോയി. CPM പരാതിപ്പെട്ടത് ഇലക്ഷൻ കമ്മീഷനോടാണ്. തെരഞ്ഞെടുപ്പിൽ ശബരിമല അയ്യപ്പനെ പോലുള്ള വിശ്വാസ സങ്കേതങ്ങളെ കോൺഗ്രസ് ലീഗ് ദുരുപയോഗിക്കാൻ പാടില്ല. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഞാൻ പറയട്ടെ സാർ. അല്ല, ഒറ്റ കാര്യം ക്ലാരിഫൈ ചെയ്യാനായി, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുക്കുന്നുണ്ട് അല്ലേ? അതെ, ഞങ്ങളുടെ പോയിന്റ് ഇതാണ്. ഞങ്ങൾ കേരള പോലീസിൽ CPM പരാതി കൊടുത്തിട്ടില്ല. അറിയാം. അതിൽ ഒരു പരാതിയും CPM ഉന്നയിക്കാത്ത സാഹചര്യത്തിൽ ഇപ്രകാരം ഒരു കേസിനകത്ത് ഒരാൾ പരാതി കൊടുക്കുക, അത് നിയമപരമായ പരിശോധനയ്ക്ക് വിധേയമാകുക, ആ പരിശോധനയുടെ ഭാഗമായി എന്തെങ്കിലും തീർപ്പുണ്ടാവുക എന്നതിലൊന്നും പാർട്ടിക്ക് പങ്കില്ല. ഇവിടെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കിയതിനു ശേഷമല്ലേ FIR രജിസ്റ്റർ ചെയ്യേണ്ടത്? ഈ പരാതി കിട്ടിക്കഴിഞ്ഞു, അത് പരിശോധിച്ചു, ഇത് കേസെടുക്കാമെന്നുള്ള നിയമോപദേശം ലഭിക്കുന്നു, അങ്ങനെ കേസെടുക്കുന്നു. പിന്നീട് 2 ദിവസം കഴിഞ്ഞിട്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വരുമ്പോൾ അത് വേണ്ട, ഇനി കേസുമായി മുന്നോട്ട് പോകേണ്ട എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നത്? ഇത് പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വിട്ടുകളയണം. അങ്ങക്ക് നിയമത്തെക്കുറിച്ച് പരിജ്ഞാനം ഇല്ലാത്തയാളല്ലെന്നാണ് എന്റെ ധാരണ. ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരാൾ പരാതി കൊടുത്താൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടാണ് അന്വേഷണത്തിലേക്ക് പോവുക. അതുകൊണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും ഒരാൾ പരാതിയായിട്ട് വന്നാൽ ഉടനെ നിയമോപദേശത്തിന് പോകാൻ പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? പോലീസിൽ ഒരു വിവരം കിട്ടിയാൽ FIR എന്നല്ല ഫസ്റ്റ് ഇൻഫർമേഷൻ. അങ്ങനെ റിപ്പോർട്ടില്ലാതെ ഈ പണിക്ക് പോകാൻ പാടില്ല. റിപ്പോർട്ടില്ലാതെ പണിക്ക് പോയാൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയെ ഇപ്പൊ വെറുതെ വിട്ട പോലെ വെറുതെ വിടും. ED അക്കാര്യത്തിൽ ഒരു FIR ഇടാതെ പോയത് കൊണ്ടാണ് നിങ്ങൾ FIR ഇടാതെ എന്ത് കേസാണ് ഉണ്ടാക്കുന്നത്? ഇതാണ് കോടതി ചോദിച്ചത്. അതുകൊണ്ട് ആദ്യം FIR ഇടണമെന്നാണ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കേസിനകത്ത് ഇപ്പൊ കോടതി വിധിച്ചിരിക്കുന്നത്. FIR ഇടുക എന്നുള്ളത് പ്രാഥമികമായി പോലീസ് സ്റ്റേഷനിൽ അവരുടെ ചുമതലയാണ്. അതിലത്തെ SI ആയിരിക്കും, PA ആയിരിക്കും, SHO ആയിരിക്കും, അവിടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ടവരാണ് അത് കൈകാര്യം ചെയ്യുക. അതിന്റെ ഉന്നത പരിശോധന വരുന്നത് പിന്നീടാണ്. ഞാനിപ്പോ ഈ ചർച്ചയെ അത്ഭുതകരമായി കേട്ടത് VT ബലറാമിന്റെ ശബ്ദമാണ്. സ്വർണം കെട്ടത് പോറ്റിയല്ലേ? പോറ്റിയില്ലാതെ സ്വർണ്ണമോഷണം ഇല്ലല്ലോ. ദേവസ്വം ബോർഡിന്റെ ചുമതലക്കാരായിരുന്ന 2 CPM പ്രവർത്തകരുടെ പേര് പറഞ്ഞു. അതിലൊരാൾ CPM-കാരനാണ്, മറ്റൊരാൾ ജഡ്ജിയായിരുന്നു. ഞങ്ങൾക്കൂടെ ഉത്തരവാദിത്വത്തിൽ ഞങ്ങൾ ഒഴിഞ്ഞു മാറത്തുമില്ല. പാർട്ടി നടപടി എടുക്കില്ല എന്നൊരു തീരുമാനം പാർട്ടിക്കില്ല. വസ്തുതകൾ വരട്ടെ എന്നാണ് പാർട്ടി തീരുമാനം. പോയിന്റ് അതല്ല. ഈ പോറ്റി എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ കയ്യെ പോയി ചരട് കിട്ടുന്നത്? ഏത് ചരടാ കെട്ടിച്ചത്? സോണിയാഗാന്ധിക്ക് എന്തിനായി ഇവര് ഉപഹാരം കൊടുക്കാൻ പോയത്? അതിനെന്തിനാണ് അടൂർ പ്രകാശും അതുപോലെ തന്നെ ആന്റോ ആന്റണിയും സാക്ഷികളായത്? എന്തിനാ പ്രയാർ ഗോപാലകൃഷ്ണൻ പോറ്റിയും കൊണ്ട് സോണിയാഗാന്ധിയെ കാണാൻ പോയത്? പ്രയാർ ഗോപാലകൃഷ്ണൻ സോണിയാഗാന്ധിയെ കാണാൻ പോറ്റിയുടെ ഇടനില വേണോ? അപ്പൊ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാരുടെ സ്വന്തം സഹചാരിയായിരുന്നു ഈ പോറ്റി. ആ പോറ്റി കള്ളൻ പോറ്റിയാകുമ്പോൾ ആ കള്ളൻ പോറ്റി ഇടതുപക്ഷത്തിന് തലയിൽ കെട്ടിവെക്കരുത്. വളരെ കൃത്യമാണ് താങ്കളുടെ ആരോപണം. ഒരു കാര്യം കൂടെ, VT ബലറാമിനെ പോലുള്ള ഒരു പൊതുപ്രവർത്തകൻ
ഇവിടെ പറഞ്ഞപ്പോ അങ്ങ് നന്നായി കേട്ടോണ്ടിരുന്ന ഒരു വാചകം ഞാൻ കേട്ടു. മുഖ്യമന്ത്രിക്ക് നേരെ ചെരുപ്പെറിഞ്ഞു, ഷൂസ് എറിഞ്ഞു. അത് വലിയ കുറ്റമാണോ? നിങ്ങൾ കേട്ടിട്ട് തിരിച്ചു ചോദിക്കണ്ടേ? നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിക്കെതിരെ ചെരുപ്പറിയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ വാദിക്കുന്നത്? മുഖ്യമന്ത്രിക്കെതിരെ ചെരുപ്പറിഞ്ഞ കേസ് വരൂലേ? ആ കേസ് എന്തെടുക്കുക എന്നുള്ളത് നിയമപരമായി തീരുമാനിക്കപ്പെടുന്ന കാര്യമല്ലേ? നിങ്ങൾക്ക് മുഖ്യമന്ത്രിക്കെതിരെ ചെരുപ്പറിയണോ? അതാണോ നമ്മുടെ അവകാശം? ഇത് തിരിച്ചു തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? വീട്ടിൽ വെള്ളം പറയാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഷൂസ് എറിഞ്ഞതിന് കേസെടുത്തു. അത് കൊള്ളാം. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതെയാക്കാൻ എന്തെല്ലാം പരിപാടിയാണ്. നുണകൾ നിർമ്മിക്കുന്നു, കള്ളം പറയുന്നു. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് ഒറ്റ ഉത്തരം കൂടി. അതായത് ഈ തീരുമാനം, ഈ കേസുമായി മുന്നോട്ട് പോകേണ്ട എന്നുള്ള തീരുമാനം നല്ലതോ ചീത്തയോ, എന്താണ് താങ്കളുടെ നിലപാട്? അതുകൂടി കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നിർത്താം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ല, ഞങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ടല്ല പോലീസിന് നടപടികൾ ഉണ്ടാകുന്നത്. ഞങ്ങൾ ആഗ്രഹിച്ചിട്ടും ആഗ്രഹിക്കാതെയുമല്ല. ഇപ്പം ശബരിമല കേസിനകത്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിൽ പോയി. ഞങ്ങൾ തടഞ്ഞോ? അല്ല, ഞങ്ങൾ ആഗ്രഹിച്ചു എന്തെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിൽ കിടക്കട്ടെ ഞങ്ങൾ ആഗ്രഹിച്ചോ? ഞങ്ങളത് തടഞ്ഞോ? SIT അന്വേഷണം നടത്തുമ്പോൾ നിങ്ങളുടെ അന്വേഷണത്തിൽ ഇടപെടില്ല. ഇതാണ് സർക്കാർ നിലപാട്. നിങ്ങൾക്ക് സ്വതന്ത്രം അന്വേഷിക്കാം. അന്വേഷിച്ച് വസ്തുതകൾ മുഴുവൻ വരുമ്പോൾ അതിന്റെ ഭാഗമായി പാർട്ടി പ്രതികരിക്കും. അതായത് പോലീസിൽ കേസ് വന്നു, പോലീസ് സ്വതന്ത്രമായി അന്വേഷിച്ചു, പോലീസ് സ്വതന്ത്രമായി FIR ഇട്ടു, പോലീസ് സ്വതന്ത്രമായി അത് പിൻവലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കെ അനിൽകുമാർ പറയുന്നത്. വളരെ